അപ്പോൾ ഇന്നാണ് എനിക്ക് സംഭവം പിടികിട്ടിയത് കേട്ടോ. അപ്പോൾ 2 ദിവസമായി ഞാൻ വൈകുന്നേരം ഇങ്ങനെ നടക്കുമ്പം കുട്ടികൾ ഈ തണ്ടും കോലും ആയിട്ട് പണിയെടുക്കുന്നത്. 2 ദിവസം വൈകുന്നേരം സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞ് എല്ലാവരും കൂടി ഗ്രൗണ്ടിൽ ഒത്തുകൂടിയിട്ട് 2 പേര് മുളയെടുത്തുകൊണ്ടിരുന്നു, കയറെടുത്തുകൊണ്ടിരുന്നു, കെട്ടുന്നു. സംഭവം എന്താണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടിയിട്ടില്ല. ചോദിക്കണമെങ്കിൽ എനിക്ക് ഭാഷയും അറിയത്തില്ല. അപ്പോൾ സംഭവം ഇന്നാണ് എനിക്ക് പിടികിട്ടിയത്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച അവരെല്ലാവരും കൂടി കളിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം 2 കോലിൽ ഒരു കപ്പി നടുക്കേ കൂടെ ഒരു കോല് കെട്ടി അതിനൊരു ചെറിയ കപ്പി പോലൊന്ന് സംഘടിപ്പിച്ച് ഫിറ്റ് ചെയ്ത് 3 ചെറിയ കലങ്ങൾ മേൽക്കുമേലെ വെച്ച് ഉറിയടിയാണ് കേട്ടോ സംഭവം. ഇത് നമ്മളെ നാട്ടിൽ കണ്ണ് കെട്ടിയിട്ട് ഓണത്തിനൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതും ഇപ്പം നമ്മുടെ നാട്ടിൽ ഇല്ലാതായിരിക്കുകയാണ്. അപ്പം ഇത് കണ്ണ് കെട്ടുന്നില്ല, ഇവരിങ്ങനെ ലൈനായിട്ട് പോയി നിന്നിട്ട് അടിക്കുവാണ്. അപ്പോൾ ആദ്യത്തെ ഒരു പ്രാവശ്യം അടിച്ച് പൊട്ടിച്ചു കേട്ടോ. പിന്നെ ഇവർ രണ്ടാമതും ഇതുപോലെ കലങ്ങൾ കൊണ്ടുവന്ന് കെട്ടിവെച്ച് അടിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവരെ രക്ഷിതാക്കൾ ഇതിന് ഫുൾ സപ്പോർട്ടാണ്. കണ്ടോ, 2 രക്ഷിതാവാണ് അപ്പുറം ഇപ്പുറം ആ കോല് പിടിച്ച് നിൽക്കുന്നത്. അത് താൽക്കാലികമായിട്ട് കുഴിച്ചിട്ടതാണ്. അപ്പോൾ അത് വീണു പോകുമെന്ന് പേടിച്ചിട്ടാണ് അവരിങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഉദ്യോഗസ്ഥരാണ് കേട്ടോ. അവർ ഈ സൺഡേ ഇവർക്ക് വേണ്ടി മെനക്കെടുന്നത് കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. കാരണം നമ്മളെ നാട്ടിൽ കുട്ടികളൊക്കെ ഫോണും പിടിച്ചിരിക്കും, അതുപോലെ തന്നെ രക്ഷിതാക്കളും, അല്ലെങ്കിൽ TV ഒന്നുകിൽ ഫോണ്. ഇവർക്ക് അതില്ല കേട്ടോ. അവർ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഗ്രൗണ്ടിൽ എല്ലാവരും കൂടി ഒത്തുകൂടി ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഒന്നിച്ചുള്ള കളിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മോനാണെങ്കിൽ ആദ്യത്തെ അടിക്ക് പോയി കൂടി. അപ്പോൾ അവനെ അടിക്കാൻ കിട്ടാത്തതുകൊണ്ട് അവന് ഒരു കുശുമ്പ് വന്നു, അവൻ മാറി നിന്നു. അപ്പം അവന് ദേഷ്യം വന്നു. അപ്പോൾ അവൻ അങ്ങോട്ട് മാറി നിന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ ട്രിപ്പ് അടിച്ചൊന്ന് പൊട്ടിച്ചായിരുന്നു കേട്ടോ. അത് എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ രണ്ടാമത് ആദ്യം കിട്ടിയതാണ്. അപ്പോൾ അത് ഓരോ കുട്ടി ഓടി വരുന്ന സമയത്തും ഒരു രക്ഷിതാവ് വെള്ളം കോരി ഒഴിക്കുവാന്ന്. അപ്പോൾ അവൻ്റെ മുഖത്തേക്ക് ഒഴിക്കുവാന്ന്. അപ്പോൾ അവർക്ക് പൊട്ടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ താഴെ ചെളിയായി, അപ്പം വീഴാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അത് ഒരു നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. രക്ഷിതാക്കളൊക്കെ ചുറ്റും കൂടിയിട്ടുണ്ട്. അപ്പം നമ്മളെ നാട്ടിൽ ഇപ്പം ഇങ്ങനെയൊന്നും ഒരു പരിപാടി കാണാനില്ല. ഓണത്തല്ലും അതുപോലെ ഉറിയടി മത്സരമൊന്നും കാണാറില്ല. മുമ്പൊക്കെ നമ്മളെ നാട്ടിൽ ഓണത്തിന് ഉറിയടി മത്സരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം അതൊന്നും കാണാറില്ല. അപ്പോൾ ഇതിന്ന് ഇവിടെ എനിക്ക് കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി. നമ്മളെ നാട്ടിൽ നിന്നൊക്കെ അകന്നു പോയ ഒരു പരിപാടിയാണ് ഇതൊക്കെ. അപ്പോൾ പിള്ളേർക്ക് മടുക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പം മത്സരം തന്നെയാണിത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ഓട്ടവും അടിയുമാണ്. ഏകദേശം ഒരു 10 മണിയായപ്പോൾ തുടങ്ങിയിട്ടോ ഇവർ ഉച്ചവരെ. ഞാനിങ്ങനെ ഓർത്തു വീട്ടിൽ പണിയൊന്നുമില്ല അമ്മമാർക്കൊന്നും ഇങ്ങനെ വിചാരിച്ചു. അപ്പോൾ രാവിലെ പണിയൊക്കെ ഒരുക്കിയിട്ട് അവർ വന്നിരിക്കുക കുട്ടികളുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങളും അതുപോലെ, ഞങ്ങളെ പണിയൊന്നും ഒരുങ്ങിയില്ല, പക്ഷെ ഞങ്ങളിങ്ങനെ വെറുതെ രാവിലെ ഇറങ്ങി തന്നു. അപ്പോഴാണ് കണ്ടത്. ഞങ്ങൾക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കണത്രേ. ഇതിങ്ങനെ ഒരു പരിപാടി ഉള്ളത് അറിയുന്നില്ലല്ലോ. സംഭവം ഞാൻ 2 ദിവസമായി കാണുന്നെങ്കിൽ എനിക്ക് ഇതാ പരിപാടിയെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായില്ല. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.